തൃശൂർ ചേലക്കരയിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു 5 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ നില എങ്ങനെയാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? CCTV ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം അപകടത്തിന്റെ വ്യാപ്തി. 2 പേർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ഇവരെ ഇടിച്ച് ബസ് തെറിപ്പിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന. രാവിലെയാണ് ഈ അപകടം നടന്നത്. ചേലക്കര സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. കായാമ്പൂവം ബസ് സ്റ്റോപ്പിലേക്കാണ് ഈ ബസ് ഇടിച്ചു കയറുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട ബസ്സിലെ കണ്ടക്ടർ തന്നെ വ്യക്തമാക്കുന്നത്, അതായത് റോഡിൽ മഴ മൂലം വെള്ളമുണ്ടായിരുന്നു. ഈ സമയത്ത് ബസ് റോഡിൽ നിന്നും തെന്നി മാറി വശത്തേക്ക് തെന്നി മാറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് കണ്ടക്ടർ പറയുന്നത്. എന്തായാലും ബസ്സിന്റെ മുൻവശത്ത് നിന്ന് യാത്ര ചെയ്തിരുന്ന 3 പേർക്കും അതുപോലെ തന്നെ അത് ദൃശ്യങ്ങളിൽ കാണുന്ന ബസ് ഇടിച്ച് തെറിപ്പിക്കുന്ന 2 പേർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റ. 5 പേർക്ക് പരിക്കേറ്റു. ഉടൻ പ്രദേശത്തുണ്ടായിരുന്ന ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവരെ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമല്ല ഇവരുടെ പരിക്കെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ പോലും സാരമായി പരിക്കുകളുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും 5 പേര് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദീപ്തി, ശരി, വ്യക്തമാണ്. എന്തായാലും ചേലക്കരയിലാണ് ഇത്തരത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.